ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. അങ്ങനെ കങ്കുവ എന്ന് പറഞ്ഞ പടം കണ്ടിട്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ മാസത്തെ ഏറ്റവും കൂടുതൽ ആൾക്കാർ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്ന സിനിമ ഇതാണ്. ഈ സിനിമയെ പറ്റി പറയാനാണെങ്കിൽ റിട്ടൺ, ഡയറക്റ്റഡ് ആൻഡ് സ്റ്റോറി ബൈ ശിവയാണ്. നമുക്ക് പറയാം കേട്ടോ അതിനെപ്പറ്റി. പ്രൊഡ്യൂസ്ഡ് ബൈ KE ജ്ഞാനവേൽ രാജ, അതായത് സ്റ്റുഡിയോ ഗ്രീൻ ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. സിനിമാറ്റോഗ്രഫി വെട്രി പളനിസ്വാമി, എഡിറ്റഡ് ബൈ നിഷാദ് യൂസഫ് ആണ്. മനുഷ്യങ്ങളുടെ വാഴ്ക്കഥ ഒന്നും टेंशन हो मत, टेंशन मेरे को गेट मूविंग कॉल. സിരുത്തൈ ശിവയുടെ കങ്കുവ തനിക്ക് എന്തുവാ. ഇതുപോലൊരു ഊമ്പിയ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലാ മേഖല, ഇതിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ പൊന്നോ, ഇതെന്തോ എഴുതി വെച്ചേക്കുന്നത്, എന്താണ് പടം കണ്ടു കഴിഞ്ഞിട്ട് പോലും എന്താണ് ഉദ്ദേശിച്ചത് നമ്മുടെ സിരുത്തൈ ശിവ എന്ന് മനസ്സിലായിട്ടില്ല. ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യ നടിപ്പിൻ നായകൻ എത്ര മോശം സിനിമയിൽ കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ അഭിനയം വല്ലാതെ മോശമാറില്ല. ആകെ അദ്ദേഹം മുക്കി എന്ന് പറയുന്നത് സിംഗം സീരീസിൽ മാത്രമാണ്. പക്ഷേ ഇതിലുള്ള മുക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര പടമാണ്. ഉമ്മാതിരി പടം ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ഓഫ് ഓൾ ആദ്യം നിങ്ങൾ പോകുന്ന വെച്ചാൽ ഹെഡ്ഫോൺ വെച്ച് കാണാം. കാരണം വെച്ചാൽ ഇത് ആരാ ഡയലോഗ് മനസ്സിലാവണല്ലോ. എല്ലാവരെയും തിയേറ്ററിൽ ഒന്നിനെ കാണാം. ഡോൾബിയിൽ കാണണം. പൊറോട്ടയും ബീഫ് ഫ്രൈയും ചിക്കൻ പാർട്സും കൂടെ ഒരുമിച്ച് കഴിച്ചിട്ട് പിറ്റേന്ന് പോയാൽ പോലും ഇതുപോലെ മുക്കൂല. അതുപോലത്തെ മുക്കൽ, ഡയലോഗ് ഡെലിവറി വളരെ മോശം, അലർച്ച, വെറും അലർച്ച, സൂര്യണ്ണ അലറിക്കൊണ്ടിരിക്കുക, ഫുൾ ടൈം അലറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പിന്നെ ഇതിൻ്റെ VFX ഭയങ്കര മോശം. VFX 3D ആണ്. രാവിലെ 4 മണിക്ക് പോയിട്ട് 5 മണിക്കാണ് പടം തുടങ്ങിയത്, അത് തന്നെ അവലക്ഷണം. അങ്ങനെ എല്ലാം കൂടെ ഈ സിരുത്തൈ ശിവയ്ക്ക് എന്താണ് ഇദ്ദേഹത്തിൻ്റെ കുഴപ്പം എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഈ രാവിലെ പോയ ആളുകൾക്ക് ഇതിനി പടം കണ്ട് തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ ഉറങ്ങാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇയാളെ സമ്മതിക്കില്ല. DSP റോക്ക് സ്റ്റാർ എന്നൊക്കെയാണ് DSP ദേവിശ്രീ പ്രസാദ്. വല്ലാത്ത ജാതി വെറുപ്പിക്കൽ സ്കോറിങ്ങും പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ വല്ലാത്തൊരു